കരുതിയില്ല ഈ ലോകം എങ്ങനെയായിരിക്കും. പലയിടത്തും നടക്കുന്നത് വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാലും ഒരു നിമിഷം കണ്ണൊന്ന് തെറ്റിയപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇതുവരെ ആ കുഞ്ഞ് കൈ പിടിച്ചു പോലും ഞാനത് വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞു കണ്ടാൽ മതി, അവളത് മറന്നു കളഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. എൻ്റെ മോളൊന്ന് ചിരിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ജീവിക്കുന്നതും സമ്പാദിക്കുന്നതൊക്കെ അതിനു വേണ്ടിയല്ല. നമ്മളല്ല. മോളുടെ മുഖം മാടുമ്പോൾ എൻ്റെ അവളുടെ നെഞ്ചിലൊരു പടച്ചില്ല. സ്കൂള് ബസ് വൈകിയ ഇരിക്കപ്പുറത്തില്ലാത്ത ആളവള്. ഞാൻ കാണാതെ കരയ്യ. ഞാനെങ്ങാനും തളർന്നു എന്ന് പേടിക്കുക. ഡേവിഡ്, ഇല്ല സൂസൻ, എനിക്കൊരു കുഴപ്പമില്ല. ഈ ലോകത്ത് ഒരു ദൈവം എൻ്റെ കുട്ടിക്ക് സഹായത്തിനുണ്ടായില്ല. വീട് വിട്ടിറങ്ങി തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുട്ടിയെ ശാസിക്കും പോലെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. പേപ്പട്ടികൾ വാഴുന്ന ഇടവഴികളിൽ നിന്നെ കാത്തിരിപ്പുണ്ട മരണം എന്നുകൂടെ ഞാൻ പറഞ്ഞു. പക്ഷെ നിനക്ക് ധൃതിയായിരുന്നു ഒരു കത്തിമനയിൽ ഒടുങ്ങാൻ. എനിക്കെന്ത് ചെയ്തം? ആർക്കെന്ത് ചെയ്തം? കൂടപ്പുറപ്പിന്റെ ശവം കാണുമ്പോൾ ഒരുത്തൻ നെഞ്ചുകീറി കരയുമായിരിക്കും, കരയട്ടെ. ഷൺമുഖനെന്ത് കന്നിക്കാഴ്ചയൊന്നുമല്ല. പക്ഷേ എവിടെയോ ഉള്ളിലൊരു നീറ്റല്, നെഞ്ചിലൊരു കലക്കം. അതടപ്പം നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാ. പിഴച്ചുപോയ ലോകത്തിലെ തന്തയില്ലാ കഴിവറുകൾക്ക് ഗുണവധിയാരം ചൊല്ലിക്കൊടുക്കാൻ ഇറങ്ങിയ മൊണ്ടം കൊണോപ്പൻ. കണ്ട് ചാമ്പ് പൊട്ടിയാ നിന്റെ അപ്പം മരിച്ചത്. എന്നെ നീ അങ്ങ് കൊല്ലും, പിന്നെ എനിക്കൊന്നും കാണണ്ടല്ലോ. അമ്മേ, പോ എന്റെ മുമ്പിന്ന്. മുടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആസത്ത് അമ്മേ കാണാഞ്ഞിട്ടല്ലേ? നീ എന്തിനാടാ എന്റെ വയറ്റിൽ പറഞ്ഞത്? അലഞ്ഞു തിരിഞ്ഞ് നാറാണക്കല്ലടിപ്പിക്കാനായിട്ട് ഈ പൊട്ടനെയാണല്ലോ ദൈവമേ എനിക്ക് തന്നത്. പൊട്ടാന്ന് വിളിക്കല്ലോ അമ്മേ. പൊട്ടനാ നീ. പോടാ, എവിടെയെങ്കിലും പോയി ചാട്. എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. പൊയ്ക്കോ, എനിക്കിങ്ങനെ ഒരു മകനില്ല. അമ്മേ, 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 എനിക്ക് നിന്നെ കാണണ്ട, കാണണ്ട. അങ്ങനെ പറയല്ല അമ്മേ. എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടന്റെ കൊള്ളരാമ എന്താ? എന്നാ അതിവിടെ വേണ്ട. ഹരി, ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. മനസ്സിലായില്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടരുത്. തെറ്റും ശരിയും തരംതിരിക്കലും ഗുണദോഷിക്കലും ഒക്കെ നമ്മൾ തമ്മിൽ മതി, മറ്റുള്ളവരുടെ മുന്നിൽ വേണ്ട. ഭരണം വീട്ടില്, പുറകെ നടന്ന് ഭരിക്കണ്ടെന്ന് മനസ്സിലായോ? കുട്ടിക്കാലത്ത് നിന്റെ ദുശാഠ്യങ്ങൾക്ക് പോലും നിന്നെ ഞാൻ നുള്ളി തവിച്ചിട്ടില്ല. ഇത് ഏട്ടനെ ജയിക്കാനല്ല, ഇനി അങ്ങോട്ട് എന്റെ മോൻ തോക്കാതിരിക്കാനാ. Hey, leave it.